എനിക്കൊട്ടും ഉറക്കം വരുന്നില്ല. അത് കാര്യാക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത്? അതും എല്ലാ രാത്രിയും. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ലൂമി, ഇതുവരെ ഉറങ്ങിയില്ലേ നീ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ശരീരത്തിന് സ്വന്തമായി ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്കത് കാണാനോ തൊടാനോ കഴിയില്ല. പക്ഷേ സമയം ട്രാക്ക് ചെയ്യുന്ന ഒരു യഥാർത്ഥ സിസ്റ്റമാണത്. ആകാശം ഇരുട്ടാകുമ്പോൾ അത് തിരിച്ചറിയുന്നു. അപ്പോൾ തലച്ചോറിന് ഒരു സിഗ്നൽ ലഭിക്കുന്നു. ഇത് രാത്രിയാണ്, വിശ്രമിക്കാനുള്ള സമയമായി. തലച്ചോറ് മെലറ്റോണിൻ എന്ന ഒരു രാസവസ്തു പുറത്തുവിടുന്നു. ശരീരം നമ്മളോട് പറയുകയാണ്, ഹേ, ഇനി മതി, ഇത് വിശ്രമിക്കാനുള്ള സമയമാണ്. അതുകൊണ്ടാണ് നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും രാത്രിയിൽ ഉറക്കം വരുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശരീരം തയ്യാറെടുക്കുകയാണ്. ദേ, ഇതുപോലൊരെണ്ണം ശരീരത്തിനുണ്ട്. പക്ഷേ ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ശരി, ഇനി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഉറങ്ങുമ്പോൾ നമ്മൾ അനങ്ങാതെ കിടക്കുകയാണെന്ന് തോന്നും, അല്ലേ? എന്നാൽ ശരീരം തിരക്കിട്ട് ഓരോ പണിയിലാണ്. ഒന്നാമതായി ശരീരം സ്വയം നന്നാക്കുകയാണ്. പകൽ സമയത്ത് നമ്മൾ ഓടുന്നതും ചാടുന്നതുമൊക്കെ നമ്മുടെ മസിലുകളെ കഠിനമായി പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ അവയിൽ കാണാനോ അറിയാനോ കഴിയാത്തത്ര കുഞ്ഞു പൊട്ടലുകൾ ഉണ്ടാകുന്നു. അവയ്ക്ക് ഒട്ടും വേദനയും ഉണ്ടാകില്ല. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം ഓരോന്നിനെയും പരിശോധിച്ച് നന്നാക്കുന്നു. അതുമാത്രമല്ല, അവയെ മുൻപത്തേക്കാൾ അല്പം കൂടി ശക്തമായി പുനർനിർമ്മിക്കുന്നു. രണ്ടാമതായി, ഉറക്കം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നു. അണുക്കളെ ചെറുക്കുകയും നമ്മളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ശരീരത്തിന്റെ സംവിധാനമാണത്. നമ്മൾ ഉറങ്ങുമ്പോൾ അണുബാധയെ ചെറുക്കുന്ന കോശങ്ങൾ നമ്മുടെ ശരീരം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ഉറക്കം വെറും ഒരു വിശ്രമമല്ല, അതൊരു സംരക്ഷണമാണ്. അടുത്തത്, നമ്മുടെ വളർച്ചയുടെ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. നമ്മുടെ ശരീരം കൂടുതലും രാത്രിയിലാണ് ഗ്രോത്ത് ഹോർമോൺ പുറത്തുവിടുന്നത്. അതായത് നമ്മൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ വളരുന്നത്. ദേ കണ്ടോ, ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ തലച്ചോറ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജോലി ചെയ്യുന്നു, അടുക്കി വയ്ക്കൽ. പകൽ സമയത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തരംതിരിക്കുന്നു. നമ്മൾ പഠിച്ചതെല്ലാം കണ്ടതെല്ലാം എന്തെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കണമെന്ന് നമ്മുടെ തലച്ചോറ് തീരുമാനിക്കുകയും ആ ഓർമ്മകളെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ കാര്യങ്ങൾ നന്നായി ഓർമ്മിക്കുന്നത്. നമ്മുടെ തലച്ചോറ് വിശ്രമിക്കുകയായിരുന്നില്ല, മറിച്ച് ഓർമ്മകളെ അടുക്കി വയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ദിവസത്തിന് മുൻപ് ഉറങ്ങാൻ ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിക്കും നല്ല ഉപദേശമാണ്. ഇനി ഉറങ്ങിയില്ലെങ്കിലോ? നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വിശ്രമം ലഭിക്കില്ല. നമ്മുടെ തലച്ചോറിന് ഓർമ്മകൾ ശരിയായി തരംതിരിക്കാൻ കഴിയില്ല. അതിനാൽ കാര്യങ്ങൾ അവ്യക്തമായി തോന്നിത്തുടങ്ങും. നമുക്ക് ദേഷ്യവും മന്ദതയും അനുഭവപ്പെടും. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയാകും. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം പോലും ദുർബലമാകും. അതെ, അത്ര പ്രധാനമാണ് നമ്മുടെ ഉറക്കം. നമുക്ക് 10-11 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. മുതിർന്നവർക്ക് 7-8 മണിക്കൂർ മതിയാകും. കുറഞ്ഞ പ്രായത്തിൽ വളർച്ച വേഗത്തിലായതുകൊണ്ടാണത്. ഫൺ ഫാക്ട്: മൃഗങ്ങളും ഉറങ്ങും നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് മാത്രം. കൊവാലകൾ ദിവസത്തെ 22 മണിക്കൂർ വരെ ഉറങ്ങും. എന്നാൽ ജിറാഫുകൾ ചിലപ്പോൾ 30 മിനിറ്റ് മാത്രം. നിങ്ങൾക്കറിയാമോ, ഡോൾഫിനുകൾ തലച്ചോറിന്റെ പകുതി മാത്രം ഉപയോഗിച്ചാണ് ഉറങ്ങുന്നത്. മറ്റേ പകുതി ഉണർന്നിരിക്കും. അങ്ങനെ അവയ്ക്ക് നീന്തൽ തുടരാൻ കഴിയും. നമുക്കിത് ക്ലാസ് ചെയ്യാൻ പറ്റിയാൽ കൊള്ളായിരുന്നു, അല്ലേ? അപ്പോൾ അതാണ് ഉറക്കം. വെറും സ്വിച്ച് ഓഫ് അല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ വിശ്രമമാണ്. അറിയാൻ ഇനിയും ഒരുപാടുണ്ട്. എന്നോടൊപ്പം കൂടാൻ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത തവണ കാണാം. ബൈ.